ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് സയൻസിൻ്റെ 4th ചാപ്റ്ററാണ് നോക്കുന്നത്, ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഓണത്തിന് പൂക്കളൊക്കെ ഇട്ടോ? എല്ലാവരും ഇട്ട് കാണും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, അതായത് ഫ്ലവേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചാപ്റ്റർ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് നമുക്ക് ഫുൾ മാർക്ക് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അത് പിറ്റേ ദിവസം വീഡിയോ കാണുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വേണം കേൾക്കാനായിട്ട്. അപ്പം നമുക്കൊന്ന് തുടങ്ങിയാലോ? അപ്പോൾ എല്ലാവർക്കും ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഒത്തിരി ഫ്ലവറൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിൻ്റെയൊക്കെ പടം കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇതെന്തൊക്കെ ഫ്ലവറാന്ന്. അപ്പോൾ ആദ്യം കാണുന്ന ഫ്ലവർ എന്താ? നിങ്ങളുടെ വീട്ടിൽ ഈ പറമ്പിലൊക്കെ കാണാമല്ലോ, മുക്കുറ്റി. ഓക്കെ, രണ്ടാമത്തെ എന്താ? എല്ലാവർക്കും അറിയാവുന്ന ഫ്ലവർ ആലോ, ഒന്ന് പറഞ്ഞു എല്ലാവരും. എന്ത് ഫ്ലവറാ? തുമ്പപ്പൂവില്ലേ. ഇനി മൂന്നാമത്തെയോ? തൊട്ടാവാടി. വെരി ഗുഡ്. അപ്പോൾ തൊട്ടാവാടിയൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണൂല്ലേ. ഇനി നാലാമത്തെ ഫിഗർ എന്താ? കണിക്കൊന്നയാല്ലേ. അപ്പോൾ ഇവിടെ എഴുതി തരാവേ. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് എന്താണ്, അപ്പോൾ നമുക്കിത് അറിയാവുന്ന പടങ്ങളാല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതി തരാം. അപ്പോൾ ഈ തുമ്പപ്പൂവിനെ നമ്മൾ എന്ത് പറയുന്നോ? തുമ്പപ്പൂവിന് പറയുന്ന പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? തുമ്പപ്പൂവിന് നമ്മൾ ഓസിമം. ഒരു സെക്കൻഡ് കേട്ടോ. ഓസിമം. ഓക്കെ, ഇനി മൂന്നാമത് കാണുന്ന തൊട്ടാവാടിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് അറിയോ? എന്താ പറയുന്നേ? ടച്ച് മീ നോട്ട്. നല്ല രസമുണ്ടല്ലേ പേര് കേൾക്കാനായിട്ട്. ടച്ച് മീ നോട്ട്. ഓക്കെ, ഇനി നാലാമത് കാണുന്നതിനോ? നമ്മൾ കണിക്കൊന്ന. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതായത് നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നോ? നിങ്ങളുടെ വീട്ടിലുള്ള ഫ്ലവറൊക്കെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ടേ അവരുടെ കളറ്, അവരുടെ ഫ്രാഗ്രൻസ്, അതായത് എന്താ, അവർക്ക് സ്മെല്ലുണ്ടോ അല്ലെങ്കിൽ സ്മെല്ലില്ലയോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെ സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? സിംഗിൾ ഫ്ലവർ എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ റോസാപ്പൂവും ചെത്തിപ്പൂവും തമ്മിൽ എന്താ വ്യത്യാസം? റോസാപ്പൂ ഒറ്റ ഒരെണ്ണാലേ ഉള്ളൂ. ഈ എന്താണ് ചെത്തിപ്പൂ എന്ന് വെച്ചാൽ ആ ഫ്ലവറിൽ ഇഷ്ടം പോലെ കുഞ്ഞു 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 ഫ്ലവേഴ്സ് കാണൂലേ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? ഇൻഫ്ലോറസൻസ്. നിങ്ങൾ കണിക്കൊന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൊലയിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് കാണത്തില്ലേ? അപ്പോൾ അതാണ് ഇൻഫ്ലോറസൻസും സിംഗിൾ ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്പർ ഓഫ് പെറ്റൽസ്, ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ അതിൽ പെറ്റൽസിൻ്റെ എണ്ണം കുറേ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഏതാണ്? റോസ്. കളർ എന്താ? റെഡ്. ഫ്രാഗ്രൻസ്, സ്മെല്ലില്ലേ, മണമില്ലേ. അപ്പോൾ ഹാവ് സ്മെൽ. സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? റോസാപ്പൂ ഒറ്റ ഒരെണ്ണയല്ലേ. ഓക്കെ, അപ്പോൾ സിംഗിൾ ഫ്ലവർ. നമ്പർ ഓഫ് പെറ്റൽസ്, ഇഷ്ടം പോലെ പെറ്റൽസ് ഉണ്ടല്ലേ. ഇനി വേറൊരു ഫ്ലവറിൻ്റെ പേര് പറയാമോ? നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നല്ല സ്മെല്ലുള്ള, സോറി കേട്ടോ, നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ജാസ്മിൻ. ഓക്കെ, അപ്പം ജാസ്മിൻ്റെ കളർ എന്താ? വൈറ്റാല്ലേ. നമുക്കറിയാം വൈറ്റ്. സ്മെല്ലുണ്ടോ? അല്ലേ, മുല്ലപ്പൂവിന് എന്ത് സ്മെല്ലല്ലേ. അപ്പോൾ ഹാവ് സ്മെല്ല്. ഇനി സിംഗിൾ ഫ്ലവർ ആണോ അതോ ഇൻഫ്ലോറസൻസ് ആണോ? സിംഗിൾ ഫ്ലവർ അല്ലേ. അപ്പോൾ സിംഗിൾ ഫ്ലവർ. ഓക്കെ, ഇനി നമ്പർ ഓഫ് പെറ്റൽസ് കുറേ കാണുമല്ലോ. അപ്പോൾ എന്താണ്? മെനി പെറ്റൽസ്. മെനി പെറ്റൽസ്. ഓക്കെ ആണോ? വേറൊരു ഫ്ലവർ ഏതാ?
ഒരെണ്ണം ഒന്ന് പറഞ്ഞേ. ലോട്ടസ്. ലോട്ടസ് എന്ന് ചിന്തിച്ചവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ലോട്ടസിൻ്റെ കളർ എന്താ? നമുക്ക് റെഡ് കൊടുക്കാം. പല കളർ ഉണ്ടല്ലേ. സ്മെല്ലുണ്ടോ? സ്മെല്ലുണ്ടോ? നോ സ്മെല്ലില്ലല്ലോ. ഓക്കെ, ഇനി സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? ഉറപ്പല്ലേ, സിംഗിൾ ഫ്ലവർ ആണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഫ്ലവർ. ഇനി നമ്പർ ഓഫ് പെറ്റൽസോ? മെനി പെറ്റൽസ് ഉണ്ട്. ഓക്കെ, മെനി പെറ്റൽസ്. ഇനി ഒരു ഫ്ലവറും കൂടി നമുക്ക് എഴുതാം അല്ലേ. ഏതെഴുതണം? നമുക്ക് വാട്ടർ ലില്ലി എഴുതാം. വാട്ടർ ലില്ലി. കളറോ? വൈറ്റ് അല്ലേ. വൈറ്റ്. ഫ്രാഗ്രൻസ് സ്മെല്ലുണ്ടോ? നോ സ്മെൽ. പിന്നെ സിംഗിൾ ഫ്ലവർ ആണോ ഇൻഫ്ലോറസൻസ് ആണോ? സിംഗിൾ ഫ്ലവർ. ഓക്കെ, ഇനി നമ്പർ ഓഫ് പെറ്റൽസോ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. മെനി പെറ്റൽസ്. ഓക്കെ ആണോ? ഇനി അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാട്ടോ. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ശരിക്കും നല്ല ട്രിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ പാർട്സ് ഇല്ലേ. നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ പാർട്സ് ഉണ്ട്? ശരിയാ, അതായത് ഹാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ലെഗ് ഉണ്ട്, അങ്ങനെ പല പല പാർട്സ് കൂടിയതാണ് നമ്മുടെ ബോഡി. അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിനും ഉണ്ടെന്നേ ഇഷ്ടം പോലെ പാർട്സ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാം ഈ എന്താണ് പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പം നിൽക്കട്ടെ, നമുക്കിത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തന്നെ പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ടേ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള നല്ല അടിപ്പൻ ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. അതായത് നമുക്ക് എത്ര പാർട്സ് ഉണ്ട്? നമുക്ക് ടോട്ടൽ 6 പാർട്സ് ഉണ്ട്. ആ 6 പാർട്സ് പഠിക്കാനായിട്ട് ഒരു ട്രിക്കാണ് പപ്പ ടോൾഡ് ക്യൂട്ട് കാറ്റ് എ ഗെയിം. അതായത് എന്താണ്? ഒരു ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുഞ്ഞിനോട് പപ്പ ഒരു ഗെയിം പറഞ്ഞു കൊടുത്തു. ഓക്കെ, പപ്പ ടോൾഡ് ക്യൂട്ട് കാറ്റ് എ ഗെയിം. അപ്പോൾ പി വെച്ച് തുടങ്ങുന്ന, പി വെച്ച് എന്താണ്? പെടുക്കിൾ. ഓക്കെ ആണോ? പപ്പ ഓർക്കുമ്പോൾ എന്താണ്? പെടുക്കിൾ. ഓക്കെ, ഇനി ടോൾഡ്. ടോൾഡിലെ ടി വെച്ച് തുടങ്ങുക തലാമസ്. എല്ലാവരും പറഞ്ഞേ ടി ഫോർ തലാമസ്. പി എന്താണ്? പെടുക്കിൾ. ഇനി സി എന്താണ്? സി കാലിക്സ്. സി എന്താണ്? കാലിക്സ്. ഇനി നെക്സ്റ്റ് സി, നമ്മുടെ കാറ്റിൻ്റെ സിയോ? കൊറോള. കൊറോള. ഇനി എ എന്താണ്? ആൻഡ്രോയിഷ്യം. ജിയോ? ജിംനോയിഷ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ടി എന്താണ്? പെടുക്കിൾ. ടി തലാമസ്. സി കാലിക്സ്. സി കൊറോള. എ ആൻഡ്രോയിഷ്യം. ജി എന്താണ്? ജിംനോയിഷ്യം. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടും തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞോ? അപ്പോൾ 6 പാർട്സും പഠിച്ചുല്ലോ. എന്തൊക്കെയാണ്? പെടുക്കിൾ, തലാമസ്, കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം. ഓക്കെ, നമുക്കിനി ഈ ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബോഡിയിലെ ഹാൻഡിൻ്റെ ഉപയോഗം എന്താ? നമുക്ക് ഓരോ കാര്യങ്ങൾ എഴുതാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എടുക്കാനൊക്കെ അല്ലേ കൈയുടെ ഉപയോഗം. കാലിൻ്റെയോ? നടക്കാനല്ലേ. അപ്പോൾ ഈ ഓരോ നമ്മുടെ ഫ്ലവറിൻ്റെ ഓരോ പാർട്സിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 6 പാർട്സും ആ ഫ്ലവറിൽ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് ആ ഫങ്ഷൻസ് പഠിക്കുകയല്ലേ നല്ലത്. അപ്പം നമുക്ക് ആ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ പെടുക്കിൾ എല്ലാവരും കണ്ടോ? അപ്പം നിങ്ങളിപ്പം മനസ്സിലാക്കി വെക്കുക. പെടുക്കിൾ. തലാമസ് എല്ലാവരും കണ്ടോ? കാലിക്സ് കണ്ടോ? ജിംനോയിഷ്യം എല്ലാവരും കണ്ടോ? പിന്നെ ആൻഡ്രോയിഷ്യം കണ്ടോ? കൊറോള കണ്ടോ എല്ലാവരും? അപ്പോൾ എല്ലാ ബോഡി പാർട്സ് ഫ്ലവറിൻ്റെ എല്ലാ പാർട്സും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾക്കിത് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 67 എന്താണ് പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടീച്ചറെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം, സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, പെടുക്കൾ. നമ്മുടെ കോഡ് എന്താണ്? പപ്പ ടോൾഡ് ക്യൂട്ട് കാറ്റ് എ ഗെയിം. അപ്പോൾ പി ഫോർ പെടുക്കൾ. അതായത് പെടുക്കൾ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മുടെ ബലൂണിൻ്റെ ഹാൻഡിലില്ലേ, അവിടെ എന്താണ് ആ നൂലിൽ എന്താണ് നമ്മുടെ ബലൂണിനെ എന്ത് ചെയ്തേക്കുക? ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ബലൂണിനെ എന്താണ് കെട്ടി വെച്ചേക്കുവാണ് ആ നൂല്. ഓക്കെ, അപ്പോൾ പെടുക്കൾ എന്ന് പറയുന്ന ഹോൾഡ്സ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. ആ സ്റ്റെമ്മിനോട് നമ്മുടെ ബലൂൺ ഓർക്കാം. ബലൂണിൻ്റെ ആ നൂലിൽ എന്താണ് ബലൂൺ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുമല്ലേ, അല്ലെങ്കിൽ കെട്ടി വെച്ചേക്കുമല്ലേ. അതുപോലെ നമ്മുടെ സ്റ്റെമ്മിൽ എന്താണ് നമ്മുടെ ഫ്ലവറിനെ എന്താണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇവിടെ ഫിഗർ നോക്കിക്കേ. നമ്മുടെ പെടുക്കൾ നമ്മൾ പറഞ്ഞു ശരിയല്ലേ? നമ്മുടെ ആ പെടുക്കളിൽ നമ്മുടെ ഫ്ലവറിനെ എന്താണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചോ, പെടുക്കൾ എന്ന് പറയുമ്പോൾ എന്തോർക്കണം? നമ്മുടെ ബലൂണിനെ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഹോൾഡ്സ് ദ ഫ്ലവർ ടു ദ സ്റ്റെം, അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, ഹോൾഡ്സ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. സ്റ്റെമ്മിനോട് ഫ്ലവറിനെ എന്ത് ചെയ്തേക്കുക? കെട്ടിവെച്ചേക്കുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ തലാമസ്. ഓക്കെ, അപ്പോൾ ഈ തലാമസ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ സ്റ്റേജൊക്കെ ഓർക്കുക. അപ്പോൾ ആ സ്റ്റേജിലല്ലേ ഈ ആക്ട്രസ്, നടന്മാരും നടിമാരും ഒക്കെ നിൽക്കുന്ന. അപ്പോൾ തലാമസ് എന്ന് പറയുന്നത് എന്താണ്? ബേസ്, അതായത് എന്താണ്? അടിത്തറ. അവിടെയാണ് വെയർ ഓൾ പാർട്സ് സിറ്റ്. ഓക്കെ, അതായത് ഫ്ലവറിൻ്റെ എല്ലാ പാർട്സും നിൽക്കുന്ന ആ തറ അതെവിടെയാണ്? തലാമസ്. അപ്പം നമുക്ക് ആ ഫിഗറിൽ ഒന്ന് നോക്കിക്കേ. തലാമസ് നമ്മൾ പറഞ്ഞ് ശരിയല്ലേ? ആ തലാമസിൻ്റെ ആ ഭാഗത്തല്ലേ നമ്മുടെ ആ ഫ്ലവർ വന്ന് ഇരിക്കുന്നേ അല്ലേ? ഒരു ഇരിപ്പിടല്ലേ? മനസ്സിലായോ? അപ്പോൾ തലാമസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആക്ടറുകാരെ ഓർക്കുക, ആക്ടർ. ഓക്കെ, നമ്മുടെ ഫിലിമിലെ നമ്മുടെ മോഹൻലാലൊക്കെ, അപ്പോൾ അതൊക്കെ ഓർക്കുക നിങ്ങൾ. അപ്പോൾ എന്താണ് അവിടെ? സ്റ്റേജ് ഓർക്കുക, തല എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ടറിനെ ഓർക്കുക, സ്റ്റേജ് ഓർക്കുക, അവർ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം എന്തായാലും ഇനി മറന്നു പോവോ? പെടുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബലൂൺ, തലാമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേജ്. ഇനി നെക്സ്റ്റ് കാലിക്സ്. കാലിക്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ ജാക്കറ്റ്. നിങ്ങൾ ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ ജാക്കറ്റൊക്കെ ധരിക്കത്തില്ലേ? എന്തിനാ? നമ്മുടെ ബോഡീനെ തണുപ്പിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ. അതുപോലെ നമ്മുടെ ഫ്ലവറിലെ എന്താണ്? നമ്മുടെ ബഡ്സില്ലേ, മുട്ടുകളില്ലേ, ആ മുട്ടുകളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? കാലിക്സ്. ഓക്കെ, കാലിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. അതായത് എന്താണ്? പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ്. ഓക്കെ, പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ്. കാലിക്സിൻ്റെ വേറൊരു പേരാണ് എന്ത്? സെപ്പൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, കാലിക്സ് കണ്ടോ എല്ലാവരും? അപ്പോൾ ആ കാലിക്സ് എന്താണ്? നമ്മുടെ ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? കാലിക്സ്. ഓക്കെ, നമ്മുടെ ഈ നിങ്ങളൊക്കെ വീട്ടിൽ മറ്റേ റോസാപ്പൂ, നമ്മുടെ റോസാ ചെടിയുടെ അടുത്ത് നിന്നിട്ടേ നിങ്ങൾ ആ മുട്ടൊന്ന് നോക്കിക്കേ. കാലിക്സ് വെച്ചുകൊണ്ട് ആ മുട്ടിനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുമല്ലേ അല്ലേ? അപ്പോൾ അതാണ് കാലിക്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന കൊറോള. എന്താ കൊറോള? കൊറോള എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, കളർഫുൾ ഡ്രസ്സ് അല്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന എന്ത് സാധന? നമ്മുടെ ഫ്ലവറിൽ. യെസ്, പെറ്റൽസ് അല്ലേ? നമ്മുടെ നമ്മുടെ ഫ്ലവറിൽ നല്ല എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ പെറ്റൽസാണ്. അപ്പോൾ അട്രാക്ട്സ് ഇൻസെക്ട്സ് വിത്ത് കളേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പോൾ കൊറോള ഫോംഡ് ഓഫ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പെറ്റൽസ് എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അട്രാക്ട്സ് ഇൻസെക്ട്സ് വിത്ത് കളേഴ്സ്. കാലിക്സ് ആണേലോ, കാലിക്സ്
ഫോംഡ് ഓഫ്, എന്തുകൊണ്ടാണ് കാലിക്സ് ഉണ്ടാക്കിയേക്കുന്ന? സെപ്പൽസിൻ്റെ ഒരു കൂട്ടമാണ് എന്ത്? കാലിക്സ്. അപ്പോൾ നമുക്ക് കൊറോള നോക്കിയാലോ. അപ്പോൾ ഈ കൊറോള കണ്ടോ, ഓരോ റെഡ്, ഓരോന്നും പെറ്റൽസാണ് അല്ലേ, ഇതളുകളാണ്. അവരുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോള എന്ന് പറയുന്നത്. ഇനി ആൻഡ്രോയിഷ്യം എന്ന് വെച്ചാൽ എന്താണെന്നോ, നിങ്ങൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ്രോ എന്ന് പറയുമ്പോൾ അപ്പ, ഗൈനോഷ്യം, ഗൈനോ എന്ന് പറയുമ്പോൾ അമ്മ. അപ്പോൾ എന്താണ് ആൻഡ്രോയിഷ്യം? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നും ജിംനോയിഷ്യം എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുമോ? ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇനി തീർന്നില്ല, ഒരു ചെറിയ സെക്ഷനോടുകൂടി നമുക്ക് തീർക്കാം കേട്ടോ, പെട്ടെന്ന് തീർക്കാം. ഇനി എന്താണ് ഈ കംപ്ലീറ്റ് ഫ്ലവർ? എന്താണ് കംപ്ലീറ്റ്? അതായത് കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ആർ ദ 4 മെയിൻ പാർട്സ് സീൻ ഇൻ എ flower. A flower with all these 4 parts is called a complete flower. അതായത് നമ്മുടെ ഒരു ഫ്ലവറിൽ ഈ 4 മെയിൻ പാർട്സ് ആയ എന്താണ്? കാലിക്സും കൊറോളയും ആൻഡ്രോയിഷ്യം ജിംനോയിഷ്യം നമ്മുടെ ഒരു ഫ്ലവറിൽ ഉണ്ട് എങ്കിൽ ആ ഫ്ലവറിനെ നമുക്ക് എന്ത് വിളിക്കാം? കംപ്ലീറ്റ് ഫ്ലവർ. അപ്പോൾ ഏതൊക്കെയാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ് പഠിച്ചിപ്പോൾ തന്നെ? കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി: കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം ആൻഡ് ജിംനോയിഷ്യം ഇൻ എ ഫ്ലവർ ഫോംസ് എ കംപ്ലീറ്റ് ഫ്ലവർ. ഓക്കെ ആണോ? ഇനി നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കാര്യമാണ് എന്ത്? പാർട്സ് ഓഫ് എ ഫ്ലവറും കംപ്ലീറ്റ് ഫ്ലവറും എന്തായാലും പഠിച്ചിരിക്കണം നിങ്ങൾ. ഓക്കെ, ഇനി എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ഫ്ലവേഴ്സാണോ? എല്ലാ ഫ്ലവേഴ്സിനും ഈ പറയുന്ന കാലിക്സ്, കൊറോള, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യമൊക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കത് വൈകി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, റോസ്, അതുപോലെ തന്നെ ഷൂ ഫ്ലവർ എന്താണ്? ചെമ്പരത്തി. അതുപോലെ തന്നെ ലോട്ടസിന് ഈ പറയുന്ന എല്ലാം ഉണ്ട്: പെഡിക്കിൾ, തലാമസ്, സെപ്പൽ, പെറ്റൽ, ആൻഡ്രോയിഷ്യം, ജിംനോയിഷ്യം ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പഠിക്കേണ്ടേ? കംപ്ലീറ്റ് ഫ്ലവർ എന്താണെന്ന് പഠിക്കുക, പിന്നെ എന്ത് പഠിക്കുക? പാർട്സ് ഓഫ് എ ഫ്ലവർ പഠിക്കുക, പിന്നെ കംപ്ലീറ്റ് ഫ്ലവറിന് എക്സാമ്പിൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ റോസ്, ഷൂ ഫ്ലവർ, ലോട്ടസ്, അതെന്തായാലും പഠിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും പഠിക്കൂലേ? അങ്ങനെയാണെങ്കിലേ അപ്പം നിങ്ങളെല്ലാം പഠിച്ചുല്ലോ. നമുക്ക് ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് വൺ എന്താ? ആർക്ക് പറയാം? ഫസ്റ്റ് വൺ എന്താ? ഉറക്കെ പറഞ്ഞേ. കൊറോള. ഓക്കെ, കൊറോള, വെരി ഗുഡ്. രണ്ടാമത്തെ എന്താണ്? സെപ്പൽസ്. സംശയമില്ല അല്ലേ? ഇനി സെപ്പൽസ്. മൂന്നാമത്തെ എന്താ? നമ്മുടെ ബലൂണിൻ്റെ നൂല്. നമ്മൾ എന്താ പഠിച്ചേ? വെരി ഗുഡ്, പെഡിക്കിൾ. സ്പെല്ലിങ്ങേ പെഡിക്കിൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചോ? എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമായോ? അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ട്രിക്സൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയുമോ എല്ലാവരും? അപ്പോൾ നാളെ വരുമ്പോൾ എന്തായാലും ഇത്രയും പഠിച്ചു വരുമെന്ന് ഉറപ്പാണോ? ഉറപ്പുള്ളവർക്കൊക്കെ വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് നിർത്താം. ഇന്ന് ഇത്രയും പോരെ? എല്ലാവരും മടുത്തു പോയോ? ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് അടുത്ത സെക്ഷനായിട്ട് വരണം. നമുക്ക് നെക്സ്റ്റ് എക്സാമിന് എന്ത് ചെയ്യണം? നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ ആണോ എല്ലാവരും? അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും നാളെ നല്ല ഹാപ്പി ആയിട്ട് വരിക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നാളെ നോക്കാം. ഓക്കെ ആണോ? താങ്ക് യു.